നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി എടുത്തിട്ടുള്ള രാഷ്ട്രീയ തീരുമാനം, അതിൻ്റെ നയസമീപനം ഇതിനോടകം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകും. പ്രധാനമായും 2 തീരുമാനങ്ങളാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. അതിലൊന്ന്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016-ലും 2021-ലും വെൽഫെയർ പാർട്ടി വ്യത്യസ്ത സ്വഭാവങ്ങളിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുണ്ടായിരുന്നു. ഓരോ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും അനുസരിച്ചിട്ടാണ് പാർട്ടി അതത് തിരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ മത്സരവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കേരളത്തിൽ നിലവിലിരിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ടും അതിനെ ഗൗരവത്തിൽ വിലയിരുത്തിക്കൊണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നാണ് പാർട്ടി എടുത്ത തീരുമാനം. രണ്ടാമത്തത്, എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും RSS LDF ഡീലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകി അവരെ വിജയിപ്പിക്കുകയും അധികാരത്തിലെത്തിക്കുകയും ചെയ്യുക എന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം വെൽഫെയർ പാർട്ടി എടുത്തത് എന്നത് പലരും ചോദിക്കുന്നുണ്ടാകും. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിക്കാതിരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെയിൻഫുള്ളായ ഡിസിഷൻ തന്നെയാണ്. ആ തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് വെൽഫെയർ പാർട്ടി എത്തിപ്പെട്ടു എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ അനുദിനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയവുമായിട്ടാണ് ആ തീരുമാനത്തിന് നേർക്കുനേരെ ബന്ധമുള്ളത്. സംഘപരിവാർ രാഷ്ട്രീയത്തിന് എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന, കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFന് തുടർഭരണം നൽകണമോ വേണ്ടയോ എന്നതുമായിട്ട് കൂടി അതിന് നേർക്കുനേരെ ബന്ധമുണ്ട്. സംഘപരിവാറിന്, RSSന്, അതിൻ്റെ രാഷ്ട്രീയ രൂപമായ BJPക്ക് അവർ കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പല വ്യത്യസ്ത രീതിയിലുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതായിട്ട് നമുക്കറിയാം. കായിക താരങ്ങളെ ടിക്കറ്റ് നൽകി അവർ വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിച്ചിരുന്നു. ശ്രീശാന്തിനെ പോലെയുള്ള ക്രിക്കറ്റ് താരങ്ങൾ തിരുവനന്തപുരത്തൊക്കെ മത്സരിച്ചതായി നമുക്കറിയാം. അതേപോലെ തന്നെ സുരേഷ് ഗോപിക്ക് മുമ്പ് തന്നെ സിനിമാ താരങ്ങളെ രംഗത്തിറക്കി കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും BJP നടത്തിയിരുന്നു. മെട്രോമാൻ ശ്രീധരനെ പോലെയുള്ള ടെക്നോക്രാറ്റുകളെ മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ എല്ലാ അവസരങ്ങളിലും പ്രയോഗിക്കാറുള്ളത് പോലെയുള്ള വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ, സാമുദായിക ധ്രുവീകരണ ശ്രമങ്ങൾ, അതിൻ്റെ ഏറ്റവും തീക്ഷ്ണതയിൽ കേരളത്തിൽ പയറ്റുവാനുള്ള ശ്രമങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ അവർ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പൊതുവെ നടത്താറുള്ള ഭരണപരമായ വിമർശനങ്ങൾ, രാഷ്ട്രീയ ക്യാമ്പയിനുകൾ, പല വിധത്തിലുള്ള സമരങ്ങൾ, ഇതെല്ലാം നടത്തിയിട്ടും കേരളീയ സമൂഹം സംഘപരിവാറിനെ അധികാരത്തിൽ എത്തുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിൽ ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞകാല അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് മുമ്പിൽ അധികാരം ലഭിക്കുന്നതിന് തങ്ങൾക്ക് മുമ്പിലിരിക്കുന്ന പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചെയ്യുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി BJPയും RSSും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അവർക്ക് മുമ്പിൽ പ്രധാനമായി തടസ്സമായി നിൽക്കുന്ന 2 ഘടകങ്ങളാണുള്ളത്. അതിലൊന്ന് കേരളത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സാമൂഹ്യ ഘടനയാണ്. രണ്ടാമത്തേത് കേരളത്തിൻ്റെ പ്രത്യേകമായ രാഷ്ട്രീയ ഘടനയാണ്. സാമൂഹ്യ ഘടന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളീയ സമൂഹം, പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങളും ന്യൂനപക്ഷ സമൂഹങ്ങളും, മുസ്ലിം സമൂഹമായാലും ക്രൈസ്തവ സമൂഹമായാലും അതല്ലെങ്കിൽ OBC കമ്മ്യൂണിറ്റികളായാലും ദലിത് ആദിവാസി സമുദായങ്ങളായാലും ഇത്തരത്തിലുള്ള എല്ലാ പിന്നാക്ക ന്യൂനപക്ഷ സമുദായങ്ങളും കേരളത്തിലെ മതേതര മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന സാമൂഹിക ജനവിഭാഗങ്ങളായാലും അവർക്കിടയിൽ എന്തെല്ലാം ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും വീക്ഷണ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ കൂടിയും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഈ ജനവിഭാഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഈ അടുത്ത കാലം വരെ നിലയുറപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഐക്യത്തെ തകർക്കാതെ അധികാരത്തിലെത്തിപ്പെടുക അസാധ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഐക്യത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ, പരിപാടികൾ കേരളത്തിൽ സംഘപരിവാർ നടപ്പിലാക്കി തുടങ്ങിയത്. അങ്ങനെ കേരളത്തിൽ ശക്തിപ്പെട്ട ധാരാളം വിവാദങ്ങളുണ്ട്. ലവ് ജിഹാദ് ക്യാമ്പയിൻ ആ അർത്ഥത്തിൽ കേരളത്തിൽ സംഘപരിവാർ സംഘടനാപരമായിട്ട് തന്നെ പ്രചാരണം നടത്തിയ ഒരു ക്യാമ്പയിനാണ്. നാർക്കോട്ടിക് ജിഹാദ്, അതിനുവേണ്ടിയുള്ള എല്ലാ അസംസ്കൃത വസ്തുക്കളും പ്രദാനം ചെയ്തത് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നാണ്. കേരളത്തിൽ മുനമ്പം വിഷയം, വഖഫ് എന്നുള്ളത് സാമുദായിക ചേരിതിരിവിന് വേണ്ടി സംഘപരിവാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഹലാൽ വിവാദം കേരളത്തിൽ സംഘപരിവാറിൻ്റെ പ്രമുഖരായ നേതാക്കൾ തന്നെ ഏറ്റുപിടിച്ച് ശക്തിപ്പെടുത്തിയ ഒരു വിവാദമാണ്. അതേപോലെ തന്നെ മുസ്ലിം സമൂഹം അനർഹമായി ഇതര പിന്നാക്ക സമൂഹങ്ങൾക്ക് അവകാശപ്പെട്ട പലതും അനർഹമായി കൈയടക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വ്യാജ പ്രചാരണം വളരെ വ്യാപകമായി കേരളത്തിൽ സംഘപരിവാർ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ മാത്രം മാറ്റി നിർത്തുകയും
ഇതര വിഭാഗങ്ങൾക്കിടയിൽ നിങ്ങളുടെ പൊതുശത്രു മുസ്ലിം സമൂഹമാണ് എന്ന പ്രതീതി സൃഷ്ടിക്കുകയും അതിലൂടെ തങ്ങൾക്ക് മുമ്പിൽ പ്രതിബന്ധമായി നിൽക്കുന്ന ഈ സാമൂഹ്യ ഘടനയെ തകർക്കുകയും അതുവഴി അധികാരത്തിലേക്ക് നടന്നു കയറുകയും ചെയ്യുക എന്ന കുതന്ത്രമാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ കേരളത്തിൽ പ്രയോഗിച്ചത്. രണ്ടാമത്തേത് രാഷ്ട്രീയ ഘടനയാണ്. ആ രാഷ്ട്രീയ ഘടന എന്ന് പറയുമ്പോൾ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും പോരായ്മകളും ഉണ്ടെങ്കിൽ കൂടിയും കേരളം കഴിഞ്ഞ കാലങ്ങളിൽ മാറി മാറി ഭരിച്ചിരുന്നത് LDF UDF മുന്നണികളാണ്. രണ്ടും മതനിരപേക്ഷ മുന്നണികളാണ്. ഈ മതനിരപേക്ഷ മുന്നണികൾ മാറി മാറി ഭരിക്കുന്നത് തുടരുവോളം കാലം തങ്ങൾക്ക് അധികാരത്തിലെത്തിപ്പെടുവാൻ സാധിക്കുകയില്ല എന്ന് സംഘപരിവാർ തിരിച്ചറിയുകയും ഈ പാറ്റേണിനെ പൊളിക്കുവാനുള്ള പണികൾ അവർ ആരംഭിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത് 2021 മുതൽ തന്നെ, ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ BJP ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ്. BJPക്ക് സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലെയും കണക്കുകൾ, വോട്ട് നില പരിശോധിച്ചു നോക്കിയാൽ പിണറായി വിജയൻ്റെ രണ്ടാം തുടർഭരണത്തിലെ ഒരു വോട്ട് വിഹിതം യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് BJPയിൽ നിന്നും RSSൽ നിന്നും ആണ് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ഏറ്റുമാനൂർ മണ്ഡലം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27,000-ഓളം വോട്ടുകൾ BJPക്ക് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ 5 വർഷം കഴിഞ്ഞ് 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് വിഹിതം നേരെ പകുതിയായിട്ട് കുറയുകയാണ് ചെയ്തത്. 13,000-നടുത്ത് വോട്ടുകൾ മാത്രമേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ ലഭിച്ചിരുന്നു. ബാക്കി പകുതി വോട്ട് എവിടെ പോയി എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് വിജയിച്ചത് ആരാണ് എന്ന് നോക്കിയാൽ മതി. അവിടെ നിന്ന് വിജയിക്കുന്നത് പിന്നീട് മന്ത്രിയായിട്ടുള്ള VN വാസവൻ എന്ന CPMൻ്റെ നേതാവാണ്. എന്താണ് VN വാസവൻ തുടർന്നുള്ള വർഷങ്ങളിൽ കേരളത്തിൽ നടപ്പിലാക്കിയത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ സംഘപരിവാറിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് VN വാസവൻ എന്ന ഇടതുപക്ഷ നേതാവായിട്ടുള്ള മന്ത്രി കേരളത്തിൽ നടപ്പിലാക്കിയത് എന്നുള്ളതും നമുക്ക് മുമ്പിൽ തെളിഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 2026 തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ BJPയുടെയോ BDJSൻ്റെയോ സ്ഥാനാർത്ഥിയെ അല്ല NDA അവിടെ നിർത്തിയിരിക്കുന്നത്. താരതമ്യേന ഏറ്റവും അവസാനം വളരെ അടുത്ത കാലത്ത് മാത്രം NDAയിലേക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. എറണാകുളത്തിൻ്റെ ചില പ്രാദേശിക മേഖലകളിൽ മാത്രം ഉണ്ടായിരുന്നിട്ടുള്ള 2020 എന്ന തീർത്തും അരാഷ്ട്രീയമായ ഒരു കൂട്ടായ്മയുടെ പ്രതിനിധിയെ ആണ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് പ്രിയമുള്ളവരെ, കേരളീയ സമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് കേവലം ഏറ്റുമാനൂർ മണ്ഡലത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. BJPക്ക് ഗണ്യമായ സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും, നിങ്ങൾ കൊടുങ്ങല്ലൂർ മണ്ഡലം എടുത്തു നോക്കുക. കൊടുങ്ങല്ലൂർ മണ്ഡലം എന്ന് പറയുന്നത് BJPക്ക് കാര്യമായിട്ടുള്ള വോട്ട് വിഹിതമുള്ള ഒരു മണ്ഡലമാണ്. ഏതാണ്ട് 28,000-ഓളം വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP അവിടെ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇപ്പോഴാരാണ് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ അവിടെയും BJPയുടെ നേതാവല്ല, BDJSൻ്റെ നേതാവുമല്ല. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിർത്തിയിരിക്കുന്നത് 2020യുടെ സ്ഥാനാർത്ഥിയാണ്. എന്താണ് ഇതിൽ നിന്ന് കേരളീയ സമൂഹം മനസ്സിലാക്കേണ്ടത്? തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJPയാണ്. ആ മണ്ഡലം നമുക്കറിയാം. ആ മണ്ഡലത്തിലെ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ NDAയുടെ അല്ലെങ്കിൽ BJPയുടെ ഇലക്ട്രൽ പെർഫോമൻസ് പരിശോധിച്ച് നോക്കിയാൽ നല്ല വോട്ട് അവർ അവിടെ കരസ്ഥമാക്കിയിട്ടുണ്ട്, ഗണ്യമായ വോട്ട് കരസ്ഥമാക്കിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി അഞ്ജലി നായർ എന്ന പേരുള്ള 2020യുടെ സ്ഥാനാർത്ഥിയാണ്. അഞ്ജലി നായരുടെ ചില തമാശകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ വലിയ കാര്യത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താൻ MLA ആയാൽ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രത്തോളമാണ് 2020 സ്ഥാനാർത്ഥികളുടെ സാമൂഹ്യ രാഷ്ട്രീയ അവബോധം എന്ന് പറയുന്നത്. അവരെയാണ് ഏറ്റുമാനൂർ പോലെ, അതല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ പോലെ, അതല്ലെങ്കിൽ തൃപ്പൂണിത്തുറ പോലെ ഗണ്യമായ വോട്ട് ബാങ്കുള്ള BJP സ്വാധീന മണ്ഡലങ്ങളിൽ അവരുടെ സ്ഥാനാർത്ഥിയായി നിർത്തിയത് എന്നുള്ളതിൽ നിന്ന് കേരളീയ സമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില ലളിതമായ ഉത്തരങ്ങളുണ്ട്. അതേപോലെ മറ്റുദാഹരണങ്ങൾ റാന്നി പോലെയുള്ള മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ കോന്നി പോലെയുള്ള മണ്ഡലങ്ങൾ. കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ 33,000-ലധികം വോട്ട് കരസ്ഥമാക്കിയ മണ്ഡലത്തിൽ അവിടെ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയല്ല മത്സരിക്കുന്നത്. അതേപോലെ തന്നെ ശബരിമല വിഷയം തങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയില്ല എന്ന് പറയുന്ന സ്ഥാനാർത്ഥികളെയാണ് ഇത്തരം മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത്. ഇതുകൂടാതെയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുൻകൂർ ജാമ്യം. അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നത് എന്താണ്, സ്ഥാനാർത്ഥി നിർണയത്തിൽ തങ്ങൾക്ക് ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു മുൻകൂർ ജാമ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ഈ 2020യുടെ സ്ഥാനാർത്ഥികൾക്കൊക്കെ ഗണ്യമായി വോട്ട് കുറയാൻ സാധ്യതയുണ്ട് എന്നത് ഒരു മുൻകൂർ ജാമ്യത്തിൻ്റെ ഭാഷയിൽ BJP സംസ്ഥാന പ്രസിഡന്റ് കേരളീയ സമൂഹത്തോട് പറയുകയാണ്. അപ്പോൾ ആ വോട്ട് എവിടേക്കാണ് പോവുക? ആ വോട്ട് പോവുക നിലവിലെ സാഹചര്യത്തിൽ നേർക്കുനേരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വോട്ടൊക്കെ പോവുക CPMലേക്കാണ്, LDFലേക്കാണ്. BJPയുമായും സംഘപരിവാറുമായും ചേർന്ന് നിൽക്കുന്ന അവരുടെ രാഷ്ട്രീയ വക്താക്കളായി അറിയപ്പെടുന്ന
ചില മുഖങ്ങളും പേരുകളും നമുക്കറിയാം. ഷാബു പ്രസാദിനെ പോലെയുള്ള ആളുകൾ ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി വന്നിരുന്നിട്ട് ബി ജെ പിയെ പ്രതിനിധീകരിക്കുന്ന, ബി ജെ പി പൊളിറ്റിക്സിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. അദ്ദേഹം എന്താണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചാനൽ ചർച്ചകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ തുടർഭരണം വരട്ടെ എന്നാണ്. എന്നാൽ മാത്രമേ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും പരാജയപ്പെടുത്തിയിട്ട് ബി ജെ പിക്ക് അധികാരത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ മുഴച്ചു നിൽക്കുന്നത്. ഒന്നാമത്തത്, തുടർഭരണത്തിലൂടെ എൽ ഡി എഫിനെയും സി പി എമ്മിനെയും തങ്ങൾക്ക് ദുർബലപ്പെടുത്താൻ സാധിക്കും. സി പി എമ്മിന് തുടർഭരണം ലഭിച്ച സംസ്ഥാനങ്ങളിൽ അവർ ദുർബലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തുടർഭരണം എന്നുള്ളത് സംഘപരിവാറിന് അധികാരത്തിലെത്തുവാനുള്ള ഒരു അവസരമായിട്ട് ബി ജെ പി കാണുകയാണ്. മറുഭാഗത്ത് തുടർഭരണം സാധ്യമാകുന്നതിലൂടെ അപ്പുറത്ത് സംഭവിക്കുന്നത് എന്താണ്? യു ഡി എഫ് സ്ഥിരമായിട്ട് അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തപ്പെടുകയാണ്. അധികാരത്തിൽ നിന്ന് സ്ഥിരമായി ഒരു മുന്നണി പുറത്തു നിർത്തപ്പെട്ടാൽ അതും അവരുടെ സ്വാഭാവികമായ ദൗർബല്യത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ഇത് രണ്ടും രണ്ട് സാധ്യതകളാണ്. ഇത് രണ്ടിലൂടെയും രണ്ട് വഴികൾ തങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുകയാണ്. എൽ ഡി എഫ് തുടർച്ചയായി അധികാരത്തിലിരുന്നാൽ അതും തങ്ങൾക്ക് അധികാരത്തിലെത്തുവാനുള്ള സാധ്യതയാണ്. യു ഡി എഫ് തുടർച്ചയായിട്ട് അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തപ്പെട്ടാൽ അതും തങ്ങൾക്ക് അധികാരത്തിലെത്തിപ്പെടാനുള്ള സാധ്യതയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള രാഷ്ട്രീയ ഓപ്പറേഷനുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ അവിടങ്ങളിലെ നിയമസഭകളിൽ ആധിപത്യം ഉറപ്പിച്ചത് എന്ന ചരിത്ര യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ നമുക്ക് മുമ്പിലുണ്ട്. അതേ സ്ട്രാറ്റജിയും അതേ ഓപ്പറേഷനുമാണ് കേരളത്തിലും ഈ അടുത്ത കാലത്തായി സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ തുടർഭരണം, പിണറായി വിജയൻ മൂന്നാമതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരൽ, സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ മൂന്നാമതും തുടരൽ, ഇത് എൽ ഡി എഫിനേക്കാൾ ആഗ്രഹിക്കുന്നത് ആരാണ്? ഇതാണ് നമുക്ക് മുമ്പുള്ള ചോദ്യം. ഇത് എൽ ഡി എഫിനേക്കാൾ ആഗ്രഹിക്കുന്നത് വളരെ വ്യക്തമാണ്. അത് ബി ജെ പി ആണ്, ആർ എസ് എസ് ആണ്, അവരുടെ നേതാക്കളാണ്. അതിലൂടെ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ള തങ്ങൾക്ക് ക്രമേണയായി രണ്ടാം സ്ഥാനത്തെത്താൻ സാധിക്കുമെന്നും തുടർന്നുള്ള ദീർഘകാല രാഷ്ട്രീയ പദ്ധതികളിലൂടെ ആ രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തെത്തി കേരളത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന കണക്കുകൂട്ടലിലാണ് യഥാർത്ഥത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവരുടെ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇങ്ങനെയുള്ള ഗൗരവതരവും സങ്കീർണവുമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ നിൽക്കെ വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള സംഘവിരുദ്ധ രാഷ്ട്രീയം അതിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉള്ളടക്കമായി കാണുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കണം എന്നാലോചിക്കുമ്പോൾ അവിടെയാണ് താൽക്കാലികമായി മത്സര രംഗത്ത് മാറി നിന്നിട്ടായാലും ശരി സംഘപരിവാറിന് അധികാരത്തിലെത്തുവാനുള്ള ഏറ്റവും കുറഞ്ഞ സാധ്യതയെപ്പോലും അടക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ തീരുമാനം, അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ തീരുമാനം എടുക്കണം എന്ന് വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മത്സര രംഗത്തു നിന്ന് വെൽഫെയർ പാർട്ടി മാറി നിൽക്കുകയും സംഘപരിവാറും സി പി എമ്മും തമ്മിൽ കേരളത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പൊളിറ്റിക്കൽ ഡീലിനെ സമൂഹമധ്യേ എക്സ്പോസ് ചെയ്തുകൊണ്ട്, അതിനെ തുറന്നു കാണിച്ചുകൊണ്ടും അതിൻ്റെ അപകടത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ടും വോട്ടർമാരോട് നിങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യേണ്ടത് എൻ ഡി എക്കും സി പി എമ്മിനും എൽ ഡി എഫിനും അല്ല, മറിച്ച് ഈ തുടർഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് യു ഡി എഫിന് അധികാരത്തിലെത്തിക്കാൻ വേണ്ടി കേരളത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകണം എന്ന ആഹ്വാനം രാഷ്ട്രീയമായി കേരളത്തിൽ വെൽഫെയർ പാർട്ടി ഉയർത്തുന്നത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 10 വർഷത്തെ എൽ ഡി എഫിൻ്റെ ഭരണവും നമുക്ക് മുമ്പിലുണ്ട്. ആഭ്യന്തര വകുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കിയത് ആർ എസ് എസ് ആയിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആർ എസ് എസിൻ്റെ ഉന്നത നേതാക്കളുമായി ബന്ധം സ്ഥാപിച്ചതിനെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നതിന് മുമ്പ് ഇടതുമുന്നണിയിലെ തന്നെ ആളുകളാണ് പറഞ്ഞത്. പി വി അൻവർ ആ വിഷയം ഉയർത്തുമ്പോൾ അദ്ദേഹം അന്ന് ഇടതുമുന്നണിയിൽ ഇടതുപക്ഷത്തായിരുന്നു. പിന്നീടാണ് അദ്ദേഹം പുറത്തു വരുന്നത്. ആനി രാജയെപ്പോലെയും സുനിൽകുമാറിനെ പോലെയുമുള്ള സി പി ഐയുടെ നേതാക്കൾ, സി പി ഐയുടെ മുഖപത്രമായിട്ടുള്ള ജനയുഗം പോലെയുള്ള പത്രങ്ങൾ, ഇടതു രാഷ്ട്രീയത്തോട് ചേർന്ന് പോകുന്ന സാംസ്കാരിക പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, മാധ്യമപ്രവർത്തകർ, എല്ലാ കോണുകളിൽ നിന്നും സംഘപരിവാറിന് അടിമപ്പെട്ടുകൊണ്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ച് വളരെ ശക്തമായ വിമർശനം ഉയർന്നിട്ട് കൂടി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന പിണറായി വിജയൻ അത്തരം വിമർശനങ്ങളോടും നിരീക്ഷണങ്ങളോടും എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നത് നമുക്ക് മുമ്പിൽ ഇപ്പോഴും തെളിഞ്ഞു കിടക്കുകയാണ്. ആഭ്യന്തര വകുപ്പിനെതിരെ നടന്ന എല്ലാ വിമർശനങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ആരോപണ വിധേയരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന രീതിയിൽ, അതല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാത്ത രീതിയിലുള്ള സമീപനങ്ങളാണ് ഇടതുമുന്നണി കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, വിദ്വേഷ പ്രാസംഗികർക്ക്, അത് ശശികല ടീച്ചറായാലും പ്രതീഷ് വിശ്വനാഥ് ആയാലും
വെള്ളാപ്പള്ളി നടേശനെ പോലെ നിരന്തരമായി മുസ്ലിം വിദ്വേഷ പ്രചാരണങ്ങളും പ്രസംഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളായാലും അവർക്കെതിരിൽ നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വിദ്വേഷ പ്രാസംഗികർക്ക് അംഗീകാരം നൽകുകയും ഔദ്യോഗിക വാഹനത്തിൽ ഇടം നൽകുകയും ചെയ്യുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് CPM കഴിഞ്ഞ 10 വർഷമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. വിദ്വേഷ പരാമർശങ്ങൾ നടത്തുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം അവരെ വാഴ്ത്തുകയും അംഗീകരിക്കുകയും അത്തരം പരാമർശങ്ങൾക്ക് മൗനാനുവാദം നൽകുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന സമീപനം ഇടതുമുന്നണി സ്വീകരിക്കുകയുണ്ടായി. കേരളത്തിലെ ജനകീയ സമരങ്ങളോട് തീർത്തും ഫാഷിസ്റ്റ് പ്രവണതകളോടെയാണ് സർക്കാർ അതിനോട് നിലപാട് സ്വീകരിച്ചത്. ആശാസമരത്തോട് സ്വീകരിച്ച സമീപനം നമുക്കറിയാം. കേരളത്തിലെ ഭരണരംഗം അങ്ങേയറ്റം പരാജയപ്പെട്ട 10 വർഷങ്ങൾ. ആരോഗ്യരംഗത്തെക്കുറിച്ച് എത്രയെത്ര പരാതികളാണ് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബന്ധുനിയമനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഭരണരംഗത്തെ എല്ലാ വശങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അവിടങ്ങളിലൊക്കെയും ഒരു ഭാഗത്ത് സംഘപരിവാറുമായി ചങ്ങാത്തം സ്ഥാപിക്കുന്നു, ആഭ്യന്തര വകുപ്പിൽ PM ശ്രീ പദ്ധതി, വിദ്വേഷ പ്രാസംഗികർക്കെതിരെ നടപടി സ്വീകരിക്കാതെ, മറുഭാഗത്ത് ജനവിരുദ്ധ നയങ്ങൾ നിരന്തരം സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയ 10 വർഷങ്ങൾ. ഇങ്ങനെ വിലയിരുത്തലിൻ്റെ ഏത് മാനദണ്ഡം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും തീർത്തും ജനവിരുദ്ധമായ ഭരണമാണ്, പിന്നാക്ക വിരുദ്ധമായ ഭരണമാണ്, ന്യൂനപക്ഷ വിരുദ്ധമായ ഭരണമാണ്, കേരളത്തിൻ്റെ സാമൂഹ്യ സൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിലുള്ള ഭരണമാണ്, കേരളത്തിൽ മനഃപൂർവ്വം സാമൂഹ്യ ധ്രുവീകരണം ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഭരണമാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഈ ഭരണം ഇനിയും കേരളത്തിൽ തുടരണമോ എന്നുള്ളതാണ്. ഈ ഭരണം തുടരുന്നതിലൂടെ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അത് സംഘപരിവാറിന് നിയമസഭയിലേക്കുള്ള വാതിലുകൾ തുറന്നു കൊടുക്കുക എന്നതാണ് അതിലേറ്റവും ഗൗരവതരത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയം. അതിന് കേരളീയ സമൂഹം അനുമതി കൊടുക്കണമോ അതല്ല അതിനെ പ്രതിരോധിക്കണോ? ഇതാണ് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ചോദ്യം. അതുകൊണ്ട് മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, മറ്റെല്ലാ പരിഗണനകളും മാറ്റിവെച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി ഈ കേരളീയ സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നത്, 9-ാം തീയതി നിങ്ങൾ പോൾ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒന്നാമത് ഉയരേണ്ട പരിഗണന മാനദണ്ഡം എന്ന് പറയുന്നത് സംഘവിരുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ച് ഉയർന്ന രാഷ്ട്രീയ ജാഗ്രതയായിരിക്കണം. അതുകൊണ്ട് സംഘപരിവാറിന് സ്വാധീനമോ ജയസാധ്യതയോ ഉള്ള എല്ലാ മണ്ഡലങ്ങളിലും അവരെ പരാജയപ്പെടുത്തുവാനുള്ള തീരുമാനങ്ങൾ വോട്ടർമാർ സ്വീകരിക്കണം. രണ്ടാമതായിട്ട് സംഘപരിവാറുമായി രഹസ്യമായും പരസ്യമായും ബാന്ധവം സ്ഥാപിച്ചിട്ടുള്ള LDF സർക്കാരിൻ്റെ തുടർഭരണത്തിന് അറുതി വരുത്തണം, അത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് വെൽഫെയർ പാർട്ടി കേരളീയ സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നു, മുഴുവൻ മണ്ഡലങ്ങളിലും UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകിക്കൊണ്ട് അവരെ വിജയിപ്പിക്കണം. RSS LDF ഡീൽ പരാജയപ്പെടുത്തണം. ഈ മതനിരപേക്ഷ കേരളത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം. RSSനും BJPക്കും കേരളത്തിൻ്റെ നിയമസഭയിൽ ഇടം നൽകില്ല എന്ന ഉറച്ച തീരുമാനം കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കണം. ആ തീരുമാനം എടുക്കുവാനും അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും ജനങ്ങൾക്കിടയിൽ അതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുവാനുമുള്ള പ്രവർത്തനങ്ങളാണ് വെൽഫെയർ പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ തീരുമാനത്തോടൊപ്പം പ്രിയപ്പെട്ട എല്ലാ വോട്ടർമാരും ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.